രാവിലെ എന്താ കഴിക്കാൻ? കഴിക്കാൻ ചോറ്, മുട്ട വറുത്തത്, ഉപ്പ്, ബീച്ചിനകലുണ്ട്. തലവസായതുകൊണ്ട് കഴിക്കൂല. അപ്പൊ നിങ്ങളുടെ ഉണക്കമീൻ ഇതാണ്ടോ കൊച്ചിക്കാരൻ സംഭവം വറുത്ത് വെച്ച് കഴിയുമ്പോഴേ ഇതൊന്നും കൂട്ടൂല. എന്ത് മീനാ വെച്ചത്? അതിന് നങ്ക്. ഇത് എത്ര മുട്ട വറുത്തിട്ടുണ്ട്? രണ്ടെണ്ണം. അതെടുത്തോ, ചോറെടുത്തോ. അത് കഴിക്കണേ? കുറച്ചോ മതി, രാവിലെ കുറച്ച് കഴിക്കൂലേ. ഇത് കഞ്ഞിയായിട്ട് ഇട്ടാ മതി, വെള്ളം ഒഴിക്കണ്ട. ഇന്നലത്തെ പഴഞ്ചോറാണല്ലോ. അത് തന്നെ. ഉപ്പിനങ്ങനെ തരാട്ടാ. ഉപ്പിന് കയ്യിലിട്ടാ മതി. ഉപ്പിന് കയ്യിലിട്ടാ മതി. ഉപ്പിനെല്ലാം കിട്ടോ? ഉപ്പിനെല്ലാം ഇടണേ. വെച്ചിട്ട് ഇതവിടെ വെച്ചിട്ട് ബാക്കിയാക്കിയതും പപ്പടം പറിച്ച് വെക്കാം. ഉപ്പിറൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്താ പറയാനുള്ള? രാവിലത്തെ ഭക്ഷണം ബലിശ്വാസം കൊടുക്കാൻ ഉണ്ടാക്കിയേക്കണെയാണ് മുട്ട വറുത്തത്, നങ്കാണ് പൂവിന്. മുട്ട വറുത്തത്, നങ്ക് വറുത്തത്, നങ്ക് മാന്തലെന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടില്. അത് തന്നെ. ഇപ്പൊ ഇത്ര ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടില്ല. വീഡിയോ ഇടാത്ത കാരണം എല്ലാവർക്കും അറിയാല്ല. വയനാട് പ്രശ്നങ്ങളൊക്കെ കാരണം വീഡിയോ ഇടാത്ത. ഇപ്പൊ ഇത് ശാന്തമായല്ല, അത് വലിയ പ്രശ്നമായിരുന്നു അല്ലേ? എല്ലാവർക്കും വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഏതായാലും നമ്മുടെ പ്രാർത്ഥന എല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി അവർക്ക് സമാധാനമായി നമുക്ക് നമ്മ എന്താണ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചെന്ന് അത് കൊടുക്കുക, സന്തോഷത്തോടെ കൊടുക്കുക. 400 പേര് മരിച്ചു. ആത്മാവിന് വേണ്ടി ദിവസം നിങ്ങളും ഞാനും പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മളിനി ഇന്നോടങ്ങി വീഡിയോ ഇടാൻ ശ്രമിക്കാം. എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത്. ഇന്നോടങ്ങി വീഡിയോ ഇടാൻ ശ്രമിക്കാന്നാണ് ബനീഷ് പറയണത്. നമുക്ക് അതിനോടൊപ്പം ഒന്നിച്ച് പോകാം, ഞാനും പോകാം. അപ്പൊ കഴിച്ചോളാം. ശരി. ഉച്ചക്ക് നീ ഉണ്ടാവുക? ഉച്ചക്ക് ഉണ്ടാവൂല. എനിക്ക് ഇവിടെ ചിക്കൻ കറി ഇരിപ്പുണ്ട്, ബീച്ച് വളർത്തുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടമ്പരും. അത് ഞാനും കൊച്ചേട്ടൻ കൂടി കഴിച്ച് ഇല്ല. ആ റൗണ്ട് ഇരിപ്പുണ്ട്, അത് കാണിക്കണ്ട. അത് നല്ല രുചിയാണ് കേട്ടാ. റൗണ്ട് ഉണ്ടമ്പരി പത്തിരി ഇരിപ്പുണ്ട്. കൊച്ചേട്ടക്ക് ഇഷ്ടമായി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെന്നെ കാണുക.